സച്ചിൻ ടെണ്ടുൽക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ ഓഹരികൾ വാങ്ങും. നിലവിൽ സച്ചിന് 40% ഓഹരികളാണ് ഉള്ളത്. വിശദാംശങ്ങളുമായി നികേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. നികേഷ്, എത്ര ശതമാനം ഓഹരികളാണ് പുതുതായി കൂട്ടിച്ചേർക്കുന്നത് സച്ചിൻ? പ്രജീഷ്, ISL ഫ്രാഞ്ചൈസിയായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരി ഘടനയിൽ സമൂലമായ മാറ്റം വരുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം, നിലവിൽ ഇതിൻ്റെ ഉടമയായ സച്ചിൻ ടെണ്ടുൽക്കർ കൂടുതൽ ഓഹരികൾ വാങ്ങുന്നു എന്ന് തന്നെയാണ്. നിലവിൽ ഇതിൻ്റെ ഓഹരി ഘടന ഇപ്രകാരമാണ്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് 40% ഓഹരികളും, അതോടൊപ്പം തന്നെ ആന്ധ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PVP വെഞ്ചേഴ്സിന് 40% ഓഹരികളും, ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടൈറ്റിൽ ഹോൾഡേഴ്സായ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ്, കേരള ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് 20% ഓഹരികളാണുള്ളത്. ഇത്തരത്തിൽ 40% ഓഹരി ടെണ്ടുൽക്കർക്ക്, 40% ഓഹരി PVP വെഞ്ചേഴ്സിന്, 20% ഓഹരി മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് എന്നാണ് നിലവിലെ ഘടന. ഇതിൽ നിന്ന് ടെണ്ടുൽക്കർ മേജർ ഷെയർ ഹോൾഡറായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം. 60% ഓഹരിയിലേക്കാണ് ടെണ്ടുൽക്കർ എത്തുന്നത്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ 60% ഓഹരി സച്ചിൻ ടെണ്ടുൽക്കർക്ക്, 20% ഓഹരി PVP വെഞ്ചേഴ്സ്, അതായത് PVP വെഞ്ചേഴ്സ് തങ്ങളുടെ 40% ഓഹരി 20% കുറയ്ക്കുന്നു. 20% ഈ കുറവ് വരുന്ന 20% ഓഹരി ടെണ്ടുൽക്കർക്ക് കൈമാറാനാണ് നീക്കം നടക്കുന്നത്. ഇത്തരത്തിൽ വന്നാൽ ടീമിൻ്റെ ഓഹരിയുടെ ഘടന ഇപ്രകാരമായിരിക്കും. ടെണ്ടുൽക്കർക്ക് 60% ഓഹരി, മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് നിലവിലെ 20% തുടരുകയും ചെയ്യും. PVP വെഞ്ചേഴ്സിൻ്റെ ഓഹരി 20%-മായി കുറയും. ഇത്തരത്തിൽ 60-20-20 എന്നൊരു ഘടനയിലേക്കാണ് വരുന്നത്. ഇത്തരത്തിൽ 60% ഓഹരി ടെണ്ടുൽക്കർ വാങ്ങുന്നതോടുകൂടി ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാന ഉടമയായി ടെണ്ടുൽക്കർ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ കൂടി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്, മലയാളികളുടെ അഭിമാനമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന ഉടമയായി സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. 60% ഓഹരി വാങ്ങിക്കൊണ്ടായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന ഓഹരി ഉടമയായി മാറുക.